എനിക്ക് വളരെയധികം സ്നേഹമുള്ള, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ദിവസം മുമ്പ് കട്ട് ചെയ്ത് വെച്ചതാണ് ഈ ബ്രൈഡൽ പോട്ട്ലി ബാഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്നാൽ സ്റ്റിച്ച് ചെയ്യുന്ന മുമ്പേ ഇത് ഒരു വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാമെന്ന്. അങ്ങനെയാണ് ഇത് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. ഞാൻ ഇതെല്ലാം കുറച്ച് ചെയ്ത് വെച്ചതാണ്. കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ഹാൻഡിലാണ്. ഇത് ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോയിൽ പോട്ട്ലി ബാഗ്, സ്മോക്കിംഗ് പോട്ട്ലി ബാഗ് ഉണ്ടായി. അതിൻ്റെ അകത്ത് ഞാനിത് ചെയ്യുന്ന വിധം കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാ മെഷർമെൻറ്റും പറഞ്ഞു തരുന്നുണ്ട്. ഉള്ളിൽ സോഫ്റ്റ് ആകാൻ വേണ്ടി പോളിഫൈബറും എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രൈഡൽ പോട്ട്ലി ബാഗാണ് ഇന്നത്തെ വീഡിയോ. മെഷർമെൻറ്റ് അതത് സമയത്ത് പറഞ്ഞു തരാം. മിഡിൽ പീസ് സ്റ്റോൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പ് പീസും മിഡിൽ പീസും ജോയിൻ ചെയ്യുക. 10.5 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ചസ് വിഡ്ത്തുമാണ് ടോപ്പ് പീസ്. കോഡ് പാസ് ചെയ്യേണ്ട ഒരു 2 ഇഞ്ചസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പുറത്ത് നല്ല മഴ. ലേസ് വെക്കുകയാണ്. മിഡിൽ പീസാണ് പോളിഫൈബർ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ലെങ്ത്ത് 10.5 ഇഞ്ചും 10.5 ഇഞ്ച്, വിഡ്ത്ത് 5 3/4. ബാക്കി വരുന്നത് പിന്നീട് കട്ട് ചെയ്താൽ മതി. സെയിം ലെങ്ത്തിലെടുത്താൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോളിഫൈബർ കുറച്ച് അധികം എടുക്കണം. ഇന്നർ ക്ലോത്താണ് ഇത്. ഇന്നർ ക്ലോത്തിനാണ് പോളിഫൈബർ വെച്ചടിക്കുന്നത്. ഇത് ബോട്ടം പീസാണ്. ഇത് ലെങ്ത്ത് 7.5 ഇഞ്ചും വിഡ്ത്ത് 3.5 ഇഞ്ചുമാണ്. എന്നിട്ട് സൈഡ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുക. സൈഡ് ടോപ്പ് പീസും മിഡിൽ പീസും ഇന്നർ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണം. ചേർത്ത് സ്റ്റിച്ച് ചെയ്യും, ജോയിൻ ചെയ്യും. ഇന്നർ ക്ലോത്തുകൾ തമ്മിൽ സൈഡ് ജോയിൻ ചെയ്യുകയാണ്. ബോട്ടം പീസ് മിഡിൽ പീസിനോട് ജോയിൻ ചെയ്യും.
ഈ ബോട്ടം പീസ് ജോയിൻ ചെയ്യും. ഇന്നർ ക്ലോത്തും ഔട്ടർ ക്ലോത്തും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പണിങ്സ് വെച്ച സ്ഥലത്തോട്ട് മറച്ചിട്ട് ഇതിനടിയിലേക്ക് ഇതിനെ താഴ്ത്തുക. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യുക. ഓപ്പണിങ്സ് ക്ലോസ് ചെയ്ത് അതിലൊന്നിച്ച് തന്നെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കോഡ് പാസ് ചെയ്യുക. 2 ഇഞ്ച് 2 ഇഞ്ചസ് വിട്ടിൽ അടിക്കണം 2 സൈഡിലും. അതാണ് ചെയ്യുന്നത്. കോഡ് പാസ് ചെയ്യേണ്ട സെക്കൻഡ് ലൈന് സ്റ്റിച്ച് ചെയ്യുകയാണ്. കോഡ് പാസ് ചെയ്യുകയാണ്. അത് ഒന്ന് ചെയ്തിട്ട് രണ്ടാമത്തെ കോഡും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യാം. ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഒന്നര ഇഞ്ച് വിട്ടിലാണ് ഞാൻ ഇതിൻ്റെ പാസേജ് വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ്. ഇങ്ങനെയാണ് പൊട്ടിയിട്ടാൽ. ഇത് 23 ഇഞ്ചസ് ഉള്ള 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ വെക്കാനുണ്ട്. ഇവിടെയാണ് ഹാൻഡിൽ പിടിപ്പിക്കേണ്ടത്, 2 സൈഡിലും. എന്നിട്ട് അങ്ങനെ ഡബിൾ ഹാൻഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ബ്രൈഡൽ പോട്ട്ലി ബാഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.